ശ്രീജിത്ത് 12 മണിക്ക് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രതീക്ഷ ഈ വി.ഡി. സതീശൻ ചില രാഷ്ട്രീയത്തിന് മറുപടി പറയും. ഇപ്പോൾ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ഈ രണ്ടു പേരും പാലക്കാട് ഇന്ന് മാധ്യമങ്ങളെയോ പൊതുജനങ്ങളെയോ കണ്ട് നിലപാട് അറിയിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കൂടെ വരുന്നത്. സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് മറുപടിയും തിരിച്ചു മറുപടിയും എന്നതിനപ്പുറത്തേക്ക് ഇനി ഈ ലാസ്റ്റ് മണിക്കൂറുകളിൽ നമ്മൾ മറ്റെന്തെങ്കിലും സസ്പെൻസുകൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതിൻ്റെ സൂചനകൾ അല്പസമയം മുമ്പ് ഈ കെ സുരേന്ദ്രൻ നൽകുന്നുണ്ടോ? കെ സുരേന്ദ്രൻ പറയുന്നു, ചില ബി.ജെ.പിയുടെ വിമത സ്വഭാവമുള്ള ചില നേതാക്കളെ മാധ്യമങ്ങൾ പോയി കാണുന്നു, പക്ഷേ എന്നിട്ടും അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ സാധ്യതകളും തേടുകയല്ലേ, ഇനിയും മറ്റു ചിലത് കാണാനുണ്ടെന്ന സൂചനയെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇടത് കേന്ദ്രങ്ങളും അത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നു. നമ്മൾ പാലക്കാടിൻ്റെ ലാസ്റ്റ് മിനിറ്റുകളിൽ ഇനിയും സസ്പെൻസ് പ്രതീക്ഷിക്കണോ? സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന സസ്പെൻസ് അടക്കം അതങ്ങനെയുള്ള ഒരു നീക്കമാണ് തുടക്കം മുതൽ പാലക്കാട് കണ്ടത്. സരിന്റെ മുന്നണി മാറ്റം അടക്കം കണ്ടത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ച നിലനിർത്തേണ്ടതുണ്ട്. കേവലം സന്ദീപ് വാര്യരെ മാത്രം കൊണ്ടുവന്നുകൊണ്ട് എന്ത് എന്ന ചോദ്യം ഇന്നലത്തെ ദിവസം സന്ദീപ് വാര്യർ കൊണ്ടുപോയി, ഇന്നും നാളെയുമൊക്കെ മറ്റാരും പോയില്ലല്ലോ എന്ന് ബി.ജെ.പിക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാണ് ഏതെങ്കിലും കൗൺസിലർമാരെ ഉൾപ്പെടെ അടർത്തിയെടുക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നു എന്ന് വ്യക്തമാകുന്നത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെ രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് കൂടുതൽ കൗൺസിലർമാർ എത്തും എന്നൊക്കെയുള്ളതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ അത് തള്ളിക്കളയുകയാണ്. സ്വപ്നം കാണാൻ ടാക്സ് നൽകേണ്ടതില്ലല്ലോ എന്നാണ് സുരേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങളീ പോയിന്ന വിമതർ എന്ന് കരുതുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ പ്രിയ അജയന്റെ ഒക്കെ കാര്യം അവർ രാവിലെ തന്നെ പ്രതികരിക്കുന്നുണ്ട്, താൻ സംഘത്തിനൊപ്പമാണ് എന്ന് പറയുന്നത്. അതായത് സജിത്ത്, ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയമുള്ളത് സംഘപരിവാർ രാഷ്ട്രീയം എന്നുള്ളതാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടക്കം ഒരു പ്രധാനപ്പെട്ട സവിശേഷത. RSSന് ശക്തി കേന്ദ്രമായ പല കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ RSSനെ തള്ളിപ്പറഞ്ഞ, നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയ സന്ദീപ് വാര്യർക്കൊപ്പം ആരും പോകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പിക്കുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ പാർട്ടിയോടൊക്കെ അകലമുണ്ടായിരുന്നെങ്കിൽ അവർ പോലും ഇങ്ങനൊരു ചതി സന്ദീപ് വാര്യർ ചെയ്തതോടുകൂടി അത് പാർട്ടിയോടും സംഘപരിവാറിനോടും കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിത് ഗുണമായി എന്നൊരു ആഭ്യന്തര വിലയിരുത്തൽ ബി.ജെ.പിയെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് സന്ദീപ് ഇന്നലെ പാർട്ടി അധ്യക്ഷനെതിരെയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഇത്രത്തോളം ഗുണകരമാകില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും RSSനെയും സന്ദീപ് തള്ളി പറയുന്നു എന്നുള്ളത് അത് തങ്ങൾക്ക് ഗുണമാണ്. അതായത് ഈ സന്ദീപിന്റെ ലക്ഷ്യമെന്ത്, സന്ദീപ് ഇന്ന് മുസ്ലിം ലീഗ് ആസ്ഥാനത്തേക്ക് പോകുന്നു, അങ്ങനെ പല പല നീക്കങ്ങൾ സന്ദീപ് വളരെ പെട്ടെന്ന് പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞ സന്ദീപ് എന്താണ് സന്ദീപ് എന്നുള്ളത് തങ്ങളുടെ പ്രവർത്തകർക്ക് ബോധ്യമാകുമെന്നാണ് ബി.ജെ.പി വിശദീകരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും കോൺഗ്രസ് ആണ് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ, തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ ഓപ്പറേഷൻ നടത്തിയത്. അത് ഒരുപക്ഷെ ഇന്നും തുടർന്നാൽ അത്ഭുതപ്പെടാനില്ല. അതേസമയം തന്നെ പോപ്പുലർ ഫ്രണ്ട് UDF ബന്ധം എന്ന ആയുധം ഉയർത്തിക്കൊണ്ടാണ്, SDP-യുടെ പിന്തുണ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഇന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതിന് കൃത്യമായ മറുപടി പോപ്പുലർ ഫ്രണ്ടിന്റെ, അതായത് ഈ വാക്കുകൾ സതീശൻ ഉപയോഗിക്കുന്നില്ല, ഒഴിഞ്ഞു മാറുന്നു. SDP-യുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്നൊരു വാചകം പറയാൻ സതീശന് ധൈര്യമില്ല എന്നാണ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരം രാഷ്ട്രീയങ്ങൾ അതാത് മുന്നണികൾക്ക് ഗുണകരമാകുന്ന രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇന്നലെ സതീശന്റെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായി മാറിയിരുന്നു. ഇന്നും നമുക്ക് അത്തരം എന്തെങ്കിലും സസ്പെൻസുകൾ ഉണ്ടോ എന്ന് ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പാലക്കാട് രാഷ്ട്രീയം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ പല നീക്കങ്ങളും ഉണ്ടാകുന്നു. 12 മണിക്ക് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി നീക്കം പ്രതീക്ഷിക്കാം. ഒപ്പം കോൺഗ്രസ് ഇനി എന്തെങ്കിലും സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നതിലും വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.